ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്പലമാണ്, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അമ്പലമാണ്. അവിടെ ഗോശാലയുണ്ട്, അതുപോലെ തന്നെ വേദപ്പാഠശാല, ഇതൊക്കെ ഉള്ള ഒരു അമ്പലമാണ്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഈ അമ്പലത്തിൽ ഞങ്ങൾ ഇന്ന് ചുറ്റുവിളക്കുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചുറ്റുവിളക്കിന് വേണ്ടിയിട്ട് പോയിട്ടുള്ള ഒരു ചെറിയൊരു കുട്ടി വീഡിയോ ആണിത്. ഈ മരം എന്ന് പറയുന്നത് അവിടെ ചേട്ടൻ്റെ അച്ഛൻ നട്ടിട്ടുള്ളൊരു മരമാണ്. അത് ഭയങ്കര വലുതായി. ഇത് അമ്പലത്തിൻ്റെ എൻട്രൻസിൽ തന്നെ ഗോശാല കൃഷ്ണൻ്റെ ഒരു തൊഴാനുള്ള ഒരു ഏരിയയാണ്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ. നമ്മളിവിടെ തൊഴുതിട്ടാണ് പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവുക. ഈ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലൊരു അടിപൊളി അമ്പലമാണ്. ഇത് കണ്ടിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ കുളം, നല്ല സൂപ്പർ കുളമൊക്കെ ഉള്ള ഒരു അമ്പലം. അപ്പോഴേക്കും അവിടെ വിളക്ക് തിരിയൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനും എല്ലാവരും വിളക്ക് വെക്കുന്നുണ്ട്. അതിനുശേഷം തിരി വെച്ചു. അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിൽ ഒക്കെ കയറി തൊഴുകയാണ്. സാധ്യത ഇത് സർപ്പക്കാവാണ്. ഇത് നല്ലൊരു ഏരിയയാണ്. ഇവിടെ ശരിക്കും കാട് പോലെയൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് വെട്ടി മാറ്റി ഒരു സർപ്പക്കാവ് പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പലം ഞങ്ങൾ പ്രദക്ഷിണം ചെയ്യുകയാണ്. അപ്പോഴേക്കും ഇത് കഴിഞ്ഞ് വരുമ്പോഴേക്കും വിളക്ക് വെച്ച് തുടങ്ങി. വിളക്ക് വെച്ചിട്ട് എല്ലാവരും ഓരോ ഭാഗത്തേക്ക് പോകുക. കുറച്ച് അധികം ഉണ്ട് ഏരിയ. അപ്പോൾ ഞാനും ചേട്ടനും കൂടിയിട്ട് അവിടെ ഒരു ശിവൻ്റെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് വിളക്ക് കൊണ്ടുപോകുക. അത് അമ്മ അവിടെ വിളക്ക് വെക്കുകയാണ്. അപ്പോൾ ഓരോ ആൾക്കാരും ഓരോ ഭാഗത്താണ് വിളക്ക് വയ്ക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ചേട്ടനും കൂടിയിട്ട് ഇതാ ഇവിടെ ശിവൻ ഇരിക്കുന്നൊരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ വിളക്ക് വയ്ക്കുകയാണ്. നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെയായിരുന്നു ആ ടൈമിൽ. അമ്പലത്തിൽ വൈകുന്നേരം വിളക്ക് കത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ കത്തിച്ചിട്ടുള്ള ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. നല്ലൊരു പോസിറ്റിവിറ്റിയും നല്ലൊരു ഹാപ്പിനെസ്സും മൈൻഡൊക്കെ ഒരു ഫ്രീ ആവുന്ന ഒരു ടൈമൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അങ്ങനെ വിളക്ക് വയ്ക്കുന്നുണ്ട്. അതേപോലെ ഞാൻ വിളക്ക് വെച്ചതിന് ശേഷം ചേട്ടനും അതിൻ്റെ ഇടയിലൊക്കെ വിളക്ക് വയ്ക്കുന്നുണ്ട്. നമുക്ക് ഒരു പറഞ്ഞ പോലെ ഹാപ്പിയും പോസിറ്റീവ് മൈൻഡും റിലാക്സൊക്കെ ആവാൻ പറ്റുന്ന ഒരു ഈവനിങ് ടൈമിൽ അമ്പലത്തിലേക്ക് പോകുക. രാവിലെ പോണേക്കാളും എനിക്കിഷ്ടം ഈവനിങ് ടൈമിൽ അമ്പലത്തിൽ പോവുക. അവിടെ ആ ഒരു ചെറിയൊരു ഇരുട്ടൊക്കെ ആയി തുടങ്ങും. ആ സമയമൊക്കെ വിളക്ക് കത്തിക്കണത് കാണുക, അതൊക്കെ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. അത് എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിളക്കൊക്കെ വെച്ചു. നല്ലൊരു ടൈമായിരുന്നു. പിന്നെ അവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. ആ മരത്തുമ്മലൊക്കെ ഓരോ നാളുകാർക്ക് ഓരോ മരമുണ്ട്. അങ്ങനെയുള്ള മരങ്ങളൊക്കെ അമ്പലത്തിന് ചുറ്റും അവിടെ അങ്ങനെ ഓരോ നാളുകൾക്കും സ്യൂട്ടബിളായിട്ടുള്ള മരങ്ങൾ അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അധികം ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ചുറ്റും ഇഷ്ടംപോലെ മരങ്ങളും ആ മരങ്ങൾ സ്യൂട്ടബിളായിട്ടുള്ള നാളുകൾ ഏതൊക്കെയാണെന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടനും കുറച്ച് വിളക്കുകളൊക്കെ കത്തിച്ചു. ഞങ്ങൾ കത്തിച്ചത് ഈ ശിവൻ്റെ പ്രതിഷ്ഠയുള്ള ഭാഗത്താണ്. ബാക്കി അയ്യപ്പൻ്റെ ഉണ്ട്. അങ്ങനെ കുറേ ഏരിയ. പിന്നെ അമ്പലത്തിൻ്റെ ചുറ്റും. അപ്പോൾ ഓരോരുത്തരും ഓരോ ഭാഗം സെലക്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഇങ്ങോട്ട് വരികയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടുത്തെ വിളക്ക് മുഴുവൻ കത്തിച്ചു. അത് കത്തിച്ചതിന് ശേഷം ഉള്ളൊരു വ്യൂ ആണിത്, അമ്പലം ഫുള്ള്. പിന്നെ